വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജയന്തി. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിയ സീഡ് പുഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് നോക്കാം. ആദ്യമായി വേണ്ടതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമായ ചിയ സീഡ്. അടുത്തായിട്ട് വേണ്ടുന്ന സാധനമാണ് നമ്മൾ എന്ത് ലബാൻ അല്ലെങ്കിൽ എന്ത് തൈരാണോ വേണ്ടത് അത് വെച്ച് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് സ്ട്രോബെറിയുടെ ലബാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചാണ് സോക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേണ്ടുന്നത് കറുകപ്പട്ടയുടെ പൊടി, സിനമൺ പൗഡറാണ്. ഇതും നമുക്ക് ടേസ്റ്റ് നല്ലതാണ് ഈ സിനമൺ പൗഡർ. സോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വേണ്ടത് തന്നെ ഇത് ഗ്രീക്ക് യോഗട്ടാണ്. ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത് അതും സെയിം തന്നെ സ്ട്രോബെറിയുടെ ഗ്രീക്ക് യോഗട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഈ ചിയ സീഡ് പുഡിംഗ് നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഹെൽത്തിന് വേണ്ടി നമുക്ക് ഹണി യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ഇത് കഴിക്കുന്ന ആ സമയത്ത് ഒഴിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണ്ടത് നമുക്ക് റോൾഡ് ആയിട്ടുള്ള ഓട്സ്. അത് നമുക്ക് ഒത്തിരി വേണ്ട, കുറച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടുന്നതാണ് നട്ട്സ്. ഞാനിപ്പം കാഷ്നട്ടും പീനട്ടും കൂടെ പൊടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടുന്നത് കേട്. ഇത് ഞാൻ യോഗട്ട് എടുത്തിട്ടുണ്ട്, പുളിയില്ലാത്ത യോഗട്ടാണ്. ഇത് നമുക്ക് ഇടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ യോഗട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്നത് പഴമാണ് കേട്ടോ. ഒരു പഴം നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. നമുക്കിപ്പം 2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ഇടാം. അത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ചിയ സീഡ് ഇടാം. പിന്നെ 2 ടീസ്പൂൺ ഇട്ടു. നമുക്ക് ഈ സോക്ക് ചെയ്യാൻ വേണ്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ ലബാനാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് യോഗട്ട് തന്നെ, മീൻസ് ലബാൻ്റെ സ്ട്രോബെറിയുടെ ലബാനാണ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് സോക്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതെടുത്തായിരുന്നു യോഗട്ട് ക്രീം. അത് നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ സിനമൺ പൗഡർ, ഒരു നുള്ള് സിനമൺ പൗഡർ ആവശ്യം മതി. ഒത്തിരി വേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് മതി. പിന്നെ ഓട്സ്, അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് യോഗട്ട്, അത് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതാണ് ഹണി. ഇത് വരാൻ പാടാണ്, ഇത് ഫ്രിഡ്ജ് വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് അത് നമുക്ക് ഓരോരുത്തർ മധുരം അടിച്ച് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇപ്പം ഇത്ര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, നമുക്കിതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ ശരിയാവത്തുള്ളൂ. നല്ലൊരു ഹെൽത്തി പുഡിംഗ് എന്ന് വെച്ചാൽ ഹെൽത്തി പുഡിങ്ങാണ്. നന്നായിട്ട് ഇളക്കി സോക്ക് ചെയ്ത് വെക്കണം. കാരണം ചിയ സീഡ് ആണെങ്കിൽ ഒരു കട്ട് പിടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ നല്ല സ്മൂത്തി ആയിട്ടുള്ള, നമുക്ക് സ്മൂത്തി ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ല ഇതായിട്ട് തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ് ഈ സാധനം. ഇതിപ്പോൾ നമ്മൾ ഇളക്കി നമുക്കിതിനകത്ത് പഴം കൂടി ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുക്കാം. പഴം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പഴം നമുക്ക് നമ്മുടെ ഈ പുഡിങ് നല്ല തിക്കായിട്ട് ഇടും. നമുക്ക് ഇത് ഇട്ടിട്ട് നമുക്കിതുപോലെ ഇളക്കി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം. ഇപ്പം ഒന്ന് സോക്കായിട്ടുണ്ട്. സോക്കം നല്ല ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് എന്ത് ചെയ്യുന്നറിയാമോ, ഒന്ന് എടുത്തൊന്ന് നമുക്കൊന്ന് ഇതാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ അടച്ചിട്ട് ഇതിന് ലിഡ് വെച്ച് അടച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ, നന്നായിട്ട് പഴവും കൂടെ കൂട്ടി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സോക്ക് ചെയ്ത് വയ്ക്കാം. അത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജ് വെച്ചിട്ട് യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് ലിഡ് അടച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി ഓവർനൈറ്റ് ഫ്രിഡ്ജ് വയ്ക്കാം. താങ്ക് യു ഓൾ. അങ്ങനെ നമ്മുടെ ചിയ സീഡ് പുഡിംഗ് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഇതിൽ എടുത്തതാണിത്. ഇപ്പോൾ സെക്കൻഡ് ഡേയിൽ പുഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിപ്പം ജസ്റ്റ് ഞാനിന്ന് ക്രിസ്മസ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഡ്രസ്സിന് വെച്ചിട്ടൊന്നേന് ഡെക്കറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ നമുക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൾ നട്ട്സ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ടേസ്റ്റ് ആയിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. എന്തായാലും ടേസ്റ്റ് ആയിട്ട് ഞാൻ പറയാം. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല പുളിയില്ല, ചെറിയ പുളിയും ആ നട്ട്സിൻ്റെ ഒക്കെ ടേസ്റ്റും ആ ഓട്സ് പിന്നെ പഴം ഇട്ടില്ല അതും നല്ലത് ടേസ്റ്റിൽ. അപ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്, ലവ് യു ഓൾ.